എന്തുമാത്രം സഭാസ്നേഹമാണ് ബി ജെ പിക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും ഉള്ളത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പിയിലെ ക്രൈസ്തവ നേതാക്കൾ എന്ത് പറയണമെന്നറിയാതെ ഓടി നടക്കുകയാണ്. ഇപ്പോഴിതാ ഷോൺ ജോർജ് സോഷ്യൽ മീഡിയയിൽ ഛത്തീസ്ഗഡിലെ അമ്മമാരോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് വലിയ രീതിയിൽ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുകയാണെന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തള്ളൽ. ഒന്നാലോചിക്കണം, പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ ബി ജെ പിയിൽ ചെന്നതുകൊണ്ട് കത്തോലിക്ക സഭയും അതുപോലെ ക്രൈസ്തവ സഭയും ഒക്കെ ഒന്നോടെ അങ്ങ് ഇളകി ചെല്ലും, അതല്ലെങ്കിൽ അതിൽ നിന്നും കുറെയെങ്കിലും അടർത്തിയെടുക്കാം എന്ന് താൽക്കാലികമായെങ്കിലും ഊറിച്ചിരിച്ച ബി ജെ പിക്ക് 8ന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം എല്ലായിടത്തും കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറെ കൂടി ചോർത്തി ബി ജെ പിയെ വിജയത്തിലേക്ക് എത്തിക്കാമെന്നതാണ് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിചാരം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അടിവരയിടുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ക്രിസ്തീയ സഭകൾ മാത്രമല്ല, നിരവധിയായ ഇടവകകൾ ലഘുലേഖനങ്ങൾ പലതും ഇടയലേഖനങ്ങൾ പലതും ഇറക്കിയതായ റിപ്പോർട്ടുകളുണ്ട്. അതായത് സഭാവിശ്വാസികൾ ജാഗ്രതയോടെ മുന്നേറണം, ജാഗ്രതയോടെ ആയിരിക്കണം വോട്ട് ചെയ്യേണ്ടത് എന്ന ഒരൊറ്റ വാചകം മതി അതിലെ ഒളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ വർഗീയ പ്രീണനവും കൊണ്ട് മുസ്ലിം വിരോധം കാണിക്കുന്ന ബി ജെ പിയുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് ഗുരുജി ഗോൾവാർക്കർ തന്നെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരനെ മലർത്തിയടിക്കാൻ വി മുരളീധരനും കെ സുരേന്ദ്രനും അടാറ് പ്ലാനാണ് ലക്ഷ്യമിടുന്നത്. കാരണം അവർക്കറിയാം, തങ്ങളുടെ മേലെ ഒരു നേതാവിനെ പ്രതിഷ്ഠിച്ച് അയാളെ അരിയിട്ട് വാഴിക്കാനാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രമമെങ്കിൽ അത് പൊളിച്ചെടുക്കുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ചില നീക്കങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ മതപരിവർത്തനം വലിയ തോതിൽ നടത്തുന്നു എന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ തന്നെ കെ സുരേന്ദ്രൻ തട്ടിവിട്ടത്. കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരത്താണ്. അദ്ദേഹത്തിനെ കോന്നിയിൽ തന്നെ നിർത്തണം എന്ന ആവശ്യമാണ് പല നേതാക്കളും പറയുന്നത്. എന്നാൽ വി മുരളീധരൻ കഴക്കൂട്ടത്താണ് നിൽക്കുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ നേമത്താണ് നിൽക്കുന്നത്. ഇത്തരത്തിലാണ് കൃത്യമായും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക അലിഖിതമായി തന്നെ പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ആലപ്പുഴ ലോക്സഭയുടെ കീഴിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ഹരിപ്പാട് അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മാർച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയാണ് നിർത്തുന്നത്. ഇത്തരത്തിൽ പല നേതാക്കളുടെയും സ്ഥലം, അതായത് മത്സരിക്കേണ്ട സാഹചര്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി കോലിട്ടിളക്കാൻ കെ സുരേന്ദ്രനും വി മുരളീധരനും ചിമിട്ടൻ പണിയായിരിക്കും രാജീവ് ചന്ദ്രശേഖരന് നൽകുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. നായരാധിപത്യം വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കൾ ശ്രമിക്കുമ്പോൾ ഈഴവരായ 2 നേതാക്കൾ വി മുരളീധരനും കെ സുരേന്ദ്രനും വലിയ പ്ലാനുകളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തുന്നത്. ബി ജെ പി രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, തങ്ങളുടെ ഭാവി അവതാളത്തിലാക്കാൻ ഈ 2 നേതാക്കളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്.